കണ്ടത് സുജയ പാർവതി അവതരിപ്പിച്ചത്. ഹാഷ്മിയെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഈ തർക്കത്തിൽ ഹാഷ്മി മധ്യസ്ഥത പറഞ്ഞ് 24 ന്യൂസ് ഇട്ട് അതൊന്ന് കാണിക്കണം. ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ്. ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുൽ ഗാന്ധിയാണ് അമേരിക്ക പോയാണോ സാർ നിശാ ക്യാമ്പ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത്? ഈ വേദിയിലിരുന്ന അനിൽകുമാർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയാൻ പാടുന്നു. മദ്യപിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. ഇതെന്തിനുള്ള പുറപ്പാടാ? അല്ലല്ല, ഞാൻ പറയട്ടെ ഒരു എക്സാമ്പിൾ പറയാം. അനിൽകുമാർ വെള്ളമടിച്ച് വെളിവില്ലാതെയാണ് വന്നിരിക്കുന്നത്. അല്ല പറയട്ടെ, അനിൽകുമാർ വെള്ളമടിച്ച് വെളിവില്ലാതെയാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ വസ്തുതാവിരുദ്ധമല്ലേ? ഇനി നീ എങ്ങാനും വസ്തുതാവിരുദ്ധമല്ലേ? അനിൽകുമാർ വെള്ളമടിക്കുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങൾ ആദ്യമായി കാണുന്ന ദൃശ്യങ്ങളല്ല ഇത്. എന്റെ തല നിങ്ങൾക്ക് കിട്ടൂല. അവിടെ ഒരു വിവാഹത്തിന് പോയി. നിശാക്യാമ്പാണോ സാർ? കാഠ്മണ്ഡുവിൽ ഒരു വിവാഹത്തിന് പോയി. ഒരു വിവാഹം നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിശാക്യാമ്പെന്നാണോ വിളിക്കുന്നത്? വിവാഹ പാർട്ടി അത്രയേ ഉള്ളൂ സ്ഥലത്ത് പറഞ്ഞല്ലേ? നിശാക്യാമ്പായിരുന്നോ? വിവാഹമല്ലേ? ആ കൂടെ നിൽക്കുന്ന വനിതയാരാ? കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും എന്താണ് സേൽകുമാർ? നിങ്ങൾക്ക് നാണമുണ്ടോ? സേൽകുമാർ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവിടെയാണ് ഹാഷ്മിയുടെ ചോദ്യം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എന്ത് ലിംഗസമത്വം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിൽ കുടുംബാംഗങ്ങളെ കാലത്ത് ജീവിക്കുന്ന സേൽകുമാർ സ്ത്രീ ആരായാൽ എന്താണ്? മോറൽ പോലീസിംഗ് തുടങ്ങിയോ? കണ്ണിൽ മഞ്ഞയാണ് സാർ. താങ്കൾക്ക് മഞ്ഞപ്പിത്തമാണ് സാർ. ഞങ്ങളൊരു മോറൽ പോലീസിംഗ് അല്ല. പിന്നെന്തിനാണെന്ന് ചോദിക്കുന്നത്? രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ്? ആ സ്ത്രീ ആരായാൽ CPM എന്താണ്? CPM രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരായാൽ എന്താണ്? ഹനുമാൻ സേനയിലാണ് സാർ പ്രവർത്തിക്കുന്നത്. കഷ്ടം. ലിംഗബോധം പേറുന്ന അമ്മയെ കണ്ടാൽ പോലും ലിംഗബോധത്തോട് നീചൻ. താങ്കൾ ഒരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്ത് ലിംഗബോധമാണ് സാർ നിങ്ങൾക്ക്? ഏത് രാഹുൽ വികാരത്തിൽ വാക്കുകൾ വിട്ടുപോകരുത്. രാഹുൽ വികാരത്തിൽ വാക്കുകളുടെ നിയന്ത്രണം വിട്ടുപോകരുത്. ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ 2022 ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേറുന്ന മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം. ഇതിനാണ് അവനവൻ പാരാ